ഏജന്റ് കബളിപ്പിച്ച് മുങ്ങിയതിനെ തുടർന്ന് ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിയ തീർത്ഥാടകരിൽ രണ്ടാമത്തെ സംഘം നാട്ടിലേക്ക് തിരിച്ചു. രാവിലെ കണ്ണൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് 70ഓളം പേർ യാത്രയായത്. ബാക്കിയുള്ളവർ കോഴിക്കോട്ടേക്കുള്ള അടുത്ത വിമാനത്തിൽ യാത്ര തിരിക്കും. നമ്മളെ ഉംറക്ക് വെച്ച് കൂട്ടിക്കൊടുന്ന് മക്ക സിയാറത്ത് ചെയ്ത് മദീനയിൽ കൊടുന്നുകാണ്ട് നമ്മളെ വിട്ടുകാണ്ട് അമീർ പൈസ ഒക്കെ എടുത്തുകാണ്ട് മുങ്ങി. നമുക്ക് ടിക്കറ്റും ആക്കിയില്ല, ഒന്നും ആക്കിയില്ല. ഇപ്പൊ നമ്മൾ സ്വന്തം പൈസക്ക് നാട്ടിൽ നിന്ന് ആരോ നമുക്ക് ടിക്കറ്റ് എടുത്ത് അയച്ചിട്ട് മോന്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ പോണ്. നമുക്ക് പൈസയും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. 9 മണിക്ക് ബസ് കയറിയത്. എന്നിട്ട് ഇവിടെ 12 മണിയാവുള്ള എത്തോളും പച്ചവെള്ളം വരെ വെള്ളം തന്നിന് കുപ്പിയിട്ട വേറെ ഒരു മുതൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല. നാട്ടിൽ നിന്ന് ഇത്ര പൈസ 69 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അതിന് 100 റിയാൽ അതിന് കന്യാപ്പാക്കില്ല ലാഡ്ജിൽ എന്തൊന്നും സംഗതി ചോദിക്കുമ്പോൾ സക്കാപ്പി ഇല്ല, സക്കാപ്പി മുങ്ങിയിനി, സക്കാപ്പി നാട്ടിൽ പോയി 5 ലക്ഷം രൂപ പൈസ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് ആക്കാൻ. അപ്പൊ ഞാൻ പോയിട്ട് ഇതേ പരപ്പന്റെ റൂമിൽ പോയി ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ ഞാൻ തരുന്നത് എങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾക്ക് സെക്യൂരിറ്റി എന്ത് 80,000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ കൂട്ടിയിട്ട് പോയിക്കൊണ്ടില്ല റിട്ടേൺ. ഇപ്പൊ 5 ലാഖ് ഞങ്ങൾ തരിക്കുന്നു സെക്യൂരിറ്റി എന്ത് അത് ഞാൻ കേട്ടു അറിയണം ഇടിയും മെസ്സേജ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ എംബസിക്ക് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ നാട്ടിൽ പോയി കേസ് സംബന്ധമായി കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾക്ക് ആളുകൾ ഇതിന് വന്നിരിക്കുന്ന ആളുകൾ നീങ്ങുകയും ചെയ്യണം. മാത്രമല്ല ഈ ട്രാവൽസിൻ്റെ പേരടക്കം നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ട അനിവാര്യ ഘട്ടത്തിലാണുള്ളത്. ദമാമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നൌഷാദ് ഇരിക്കൂർ വിശദാംശം നൽകും. നൌഷാദ്, ആരാണ് ഇവരെ പറ്റിച്ചത്? ഏജന്റിന്റെ പേരെന്താണ്? ഒപ്പം ഒടുക്കം ഇവർക്ക് മടക്കയാത്ര സാധ്യമായത് എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഇത് മംഗലാപുരം പുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഏജന്റായ അഷ്റഫ് സക്കാഫിയാണ് ഇവരെ ഉംറക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. 168 പേരടങ്ങുന്ന സംഘമാണ് ഇവരിലുള്ളത്. അതിൽ 164 പേരാണ് ഇപ്പോൾ മടങ്ങുന്നതിന് വേണ്ടി ദമാം എയർപോർട്ടിൽ ഇന്നലെ എത്തിയത്. ഇവര് ഡിസംബർ 27 കൂടി നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. എന്നാൽ മടങ്ങാൻ വേണ്ടിയിട്ട് മക്കയിലെ ഉംറ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് മദീനയിൽ എത്തുകയും മദീനയിൽ 4 ദിവസം തങ്ങി അവിടുന്ന് നാട്ടിലേക്ക് തിരിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. ഇവരുടെ കൂടെ ഇവരുടെ അമീറായിട്ടുള്ള ഈ അഷ്റഫ് സക്കാഫി എന്ന് പറയുന്നവർ കൊടുത്ത നിർദ്ദേശം അങ്ങനെയായിരുന്നു. എന്നാൽ അവസാനം നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ആണ് ഈ ഇദ്ദേഹം നാട്ടിലേക്ക് മക്കത്ത് പോയിട്ട് ഞാൻ ടിക്കറ്റ് ശരിയാക്കിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് നിന്ന് പോവുകയും അദ്ദേഹം നേരെ നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഇവർക്ക് ടിക്കറ്റ് ലഭിക്കുകയോ ഹോട്ടലിൽ ഭക്ഷണം ലഭിക്കുകയോ ഒന്നും ചെയ്യാതെ വന്നപ്പോഴാണ് ഇവർ കാര്യങ്ങൾ അറിയുന്നത്. ഇവരുടെ അമീറായിട്ടുള്ള അല്ലെങ്കിൽ ഏജന്റ് ആയിട്ടുള്ള ഇദ്ദേഹം ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് അവിടുന്ന് പല രീതിയിൽ അവിടുത്തെ അവര് ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് അവരെ അവിടുത്തെ ചെക്കിംഗ് ഔട്ട് ചെയ്യേണ്ട സമയമായതിനാൽ അവരെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചപ്പോഴാണ് അവിടുത്തെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ള സൗദിയിലെ ഉംറ കമ്പനി ഇവരുടെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നത്. അവസാനം ഇവർക്ക് സൗദിയിലെ വിസ ഇഷ്യൂ ചെയ്തതായിട്ടുള്ള ഉംറ കമ്പനി ഇടപെട്ടുകൊണ്ട് ടിക്കറ്റ് റെഡിയാക്കുകയും നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. അവരാണ് ദമാമിൽ നിന്നും നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഏർപ്പാട് ചെയ്തു കൊടുത്തത്. 3 വിമാനങ്ങളിലായിട്ടായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തിരുന്നത്. ഫസ്റ്റ് വിമാനം ദമാമിൽ നിന്നും ഇന്നലെ രാവിലെ ബാംഗ്ലൂരിലേക്കായിരുന്നു. അതിൽ 17 പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തിരുന്നത്. ശേഷം ഉച്ചയ്ക്ക് കോഴിക്കോട്ടേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു രണ്ടാമത്തത്. അതിൽ 60ഓളം പേർക്കുള്ള ടിക്കറ്റ് അതിലെടുത്തിരുന്നു. പിന്നെ രാത്രിക്ക് നൌഷാദ് ഇരിക്കൂറാണ് ദമാമിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.